ആക്ഷൻ. താങ്കളുടെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും സുന്ദരിയായ നായിക ആരാണ്? പ്രേഗ മാർട്ടിനായിരുന്നു. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ്, അവള് ഡ്രഗിന് അഡിക്റ്റ് ആണ്. My God, sentimental and psychological move. അവളെ 3-4 കേസ് ചെയ്ത് മരട് അനീഷിന്റെ അദ്ദേഹത്തിന്റെ പേര് പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവള് എറണാകുളത്ത് ഇറങ്ങി വന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പോൾ അവർക്കെതിരെ ഈ ഡ്രഗിന്റെ ആരോപണങ്ങളും വാർത്തകളും വന്നതിന് ശേഷം അവരോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ? അതെ, ഇപ്പോൾ യുവതലമുറ നശിക്കുന്നതിന് ഒരാൾ കാരണമാകണമെങ്കിൽ അതിന്റെ ആരാധന കുറയുക തന്നെ ചെയ്യും. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പോൾ അവരെ ആരാധിക്കേണ്ട ആവശ്യം ഇപ്പോൾ സമൂഹത്തിനില്ല. അവർ കാണിച്ചു കൊടുക്കുന്ന മോഡുലേഷനാണ് മറ്റു വളർന്നു വരുന്ന സമൂഹം വളർന്നു വരുന്നത്. അപ്പോൾ അതും ആകുമ്പോഴത്തേക്ക് ഡ്രഗിന് അഡിക്റ്റ് ആയ കേരളം എന്തിനു കൊള്ളാം? ഈ അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു മാറ്റം അല്ലെങ്കിൽ താങ്കൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും അമിതമായി വർദ്ധിക്കുന്നു. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. യുവതലമുറയെല്ലാം ലഹരിക്ക് അടിമയാണ്. അല്ല, എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു ഡ്രഗ് ഡീലറായിരുന്നു. എനിക്കൊരു 3-4 കേസൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്കാണ് എന്നെ ചങ്കിൽ കുത്തി ഇറക്കുന്നത്. ഞാൻ 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, 1 ദിവസം ICUലായിരുന്നു. നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഡ്രഗിന് അഡിക്റ്റാണ് ഓരോ പിള്ളേരും. എന്നെ കുത്തിയത് തന്നെ ഡ്രഗിന്റെ പേരിലാണ് എന്നെ കുത്തി മറിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. MDMA ആയതിനു ശേഷം ആർക്കും പോലും മണമില്ല, കൊണയില്ല, വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിള്ളേർ 24 മണിക്കൂർ അടിച്ച് ഓണാണ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പോലീസ് വിചാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം നന്നാവുന്നില്ല ഒരിക്കലും. ഹോട്ടൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം.